നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ്. നെയ്ച്ചോറ് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് വെറൈറ്റിയാണ്. നല്ലൊരു കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു കപ്പ് ബാസ്മതി റൈസ് ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട്. ഒരു 3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വയ്ക്കാം. മീഡിയമായിട്ട് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഷാഹി ജീര ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് പട്ട, 4 ഗ്രാമ്പു, 2 ബിരിയാണി ഇല, 2 പീസ് മേസ്, 2 ഉള്ളി മീഡിയമായിട്ടുള്ള ഉള്ളി നീളമായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് ഇഞ്ചി, 5 വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. ഉള്ളീനെ ലൈറ്റായിട്ട് ചുവന്ന കളറ് വരുന്നവരെ ഒന്ന് വാട്ടിയെടുക്കണം. കൂടുതൽ ചുവപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കൂടുതൽ ചുവപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നെയ്ച്ചോറിൻ്റെ കളറും കൂടിയും കുറച്ചൊന്ന് ഡാർക്കായി പോവുള്ളൂ. അപ്പോൾ ലൈറ്റായിട്ട് ചുവന്ന കളറ് വരുമ്പോൾ ഇതിലേക്ക് അതേ കപ്പ് അളവിന് 2 കപ്പ് വെള്ളം ഞാനിവിടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് വെള്ളത്തിൽ ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഉപ്പിൻ്റെ ടേസ്റ്റ് വന്നിട്ട് 1 പോയിൻറ്റ് കൂടുതലായിരിക്കണം. കറക്റ്റ് ടേസ്റ്റിനെക്കാട്ടിലും 1 പോയിൻറ്റ് കൂടുതലായിരിക്കണം. അപ്പോഴാണ് ചോറ് വെന്ത് വരുമ്പോൾ കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ടാവുള്ളൂ. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് കുതിർത്തി വെച്ച ബാസ്മതി റൈസിനെ ഇട്ട് കൊടുക്കാം. ബാസ്മതി റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്തെന്ന് വെച്ചാൽ അരി വെന്തതിന് ശേഷം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വേണം ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നെയ്യ് ഒഴിച്ചിട്ടൊന്ന് ഇളക്കിയിട്ട് തിളച്ച് വരുമ്പോൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് ആയതിന് ശേഷം വീണ്ടും ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിടണം. അപ്പോൾ ഇതും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് അരി ഇങ്ങനെ ഒട്ടാണ്ട് നമുക്ക് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അരി റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒന്ന് അണ്ടിപ്പരിപ്പിനെയും മുന്തിരിനെയും ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ഞാനൊരു പാനിൽ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിനും ഒന്ന് വറുത്തെടുക്കുകയാണ്. ലൈറ്റായിട്ടൊന്ന് ചുവന്നിട്ട് വേണം വറുത്തെടുക്കാൻ. അപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ലൈറ്റായിട്ടൊന്ന് ചുവന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമുക്ക് അരി എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇവിടെ ഗീ റൈസ് പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് അരിയും കൂടി ഒന്ന് അതിൻ്റെ ഗ്രെയിൻസ് എങ്ങനെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒട്ടാതെ. അപ്പോൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോഴാണ് ഇങ്ങനെ ഒട്ടാണ്ട് നമുക്കിങ്ങനെ ഗ്രെയിൻസ് പോലെ വെന്തതിന് ശേഷം കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്കിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഈ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിനെയും വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ ബിരിയാണി അരിനെ അല്ലെങ്കിൽ ബാസ്മതി റൈസിനെ ഒരു അരമണിക്കൂർ കുതിർത്തിട്ട് വേണം ഗീ റൈസ് ഉണ്ടാക്കാൻ. പിന്നെ ഉള്ളീനെ ലൈറ്റായിട്ട് ചുവന്ന കളർ വരുന്നവരെ വാട്ടിയാൽ മതി. പിന്നെ വേവിക്കണതിന് മുന്നേ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വെന്തതിന് ശേഷം അരി ഇങ്ങനെ ഒട്ടാണ്ട് ഇരിക്കാൻ നല്ലൊരു ടിപ്പാണ്. പിന്നെ വെന്തതിന് ശേഷം ഒരു 15-20 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് വേണം സെർവ് ചെയ്യാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.